ആദ്യം ഒന്ന് പറയുക, അതിനുശേഷം അതിന് ഘടകവിരുദ്ധമായ കാര്യം പിന്നീട് പറയുക. ആദ്യം പറയുന്നത് ഉറക്കെയായിരിക്കും, ഉറച്ച ശബ്ദത്തിലായിരിക്കും. രണ്ടാമത് പറയുന്നത് മെല്ലെയായിരിക്കും, അതിന് അത്ര ഉറച്ച ശബ്ദമുണ്ടാകില്ല. ഇതാണ് വി.ഡി. സതീശന്റെ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കണ്ടത്. ഉദാഹരണം, കരിമണൽ ഖനനം. ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്, അത് കേൾക്കാം. ഈ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൺസോർഷ്യം, അവിടെ ഒരു പ്രൈവറ്റൈസേഷനും ഇല്ല, മൈനിങ് ഇല്ല സർ, മൈനിങ് ഇല്ല. ഈ മെറ്റീരിയൽസ് വാല്യൂ അഡീഷൻ ആണ്, വാല്യൂ അഡീഷൻ. ആ വാല്യൂ അഡീഷൻ ചെയ്താൽ ആയിരക്കണക്കിന് കോടി രൂപ കിട്ടും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി കൂടി അനുസരിച്ച് ആ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ ഞങ്ങൾ ഉണ്ടാക്കും. എല്ലാം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. സർ, കഥയുണ്ടാക്കാം. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്, ഇല്ലാത്ത കഥകൾ. ഒരു വാചകം ഈ ബജറ്റിലില്ല, ഒരു വാചകം. എന്നിട്ട് പറയാണ്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി, നയം യു ടേണായി, കരിമണൽ ഇതാ കംപ്ലീറ്റ് സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്, ആലപ്പുഴയിൽ പ്രസവമാണ്. അദ്ദേഹം ബജറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഒരു തരത്തിലും സ്വകാര്യവൽക്കരണം അനുവദിക്കില്ല. എവിടെയാണ് ഞങ്ങൾ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ സ്ഥാപനങ്ങളെല്ലാം ചേർന്ന കൺസോർഷ്യമാണ് കരിമണൽ ഖനനം നടത്തുക. ഇതാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞതിൻ്റെ സാരാംശം. എന്നാൽ രണ്ടാമത് അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം. ഞങ്ങളൊരു പുതിയ ഇക്കണോമിക് മോഡൽ ഉണ്ടാക്കുക, അത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം. പറ്റാവുന്ന എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. പറ്റാത്തടുത്ത് ഉണ്ടാവില്ല, പറ്റാവുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാവണം. ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കണം. സാധ്യമാകുന്ന എല്ലാ രംഗങ്ങളിലും സ്വകാര്യവൽക്കരണം കൊണ്ടുവരും. ഏതിനോട് ചേർത്തിട്ടാണ് പറയുന്നത്? കരിമണൽ വിഷയം പറഞ്ഞതിനോട് ചേർന്നാണ് അദ്ദേഹം പറയുന്നത് സാധ്യമായ എല്ലായിടത്തും സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും എന്ന് വെച്ചാൽ കരിമണൽ ഖനനത്തിലും സ്വകാര്യ നിക്ഷേപം വരും. അത് അദ്ദേഹം ഒളിപ്പിച്ച് കടത്തുകയാണ് ചെയ്തത് പ്രസംഗത്തിൽ എന്ന് മാത്രം. ആദ്യം കരിമണൽ ഖനനത്തെക്കുറിച്ച് പറയുന്നു, എവിടെയാണ് സ്വകാര്യ കമ്പനി എന്ന് പറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ട്, ശരി തന്നെയാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ വരും സ്വകാര്യ നിക്ഷേപം. സ്വകാര്യ കമ്പനിയുമായി ചേർന്നായിരിക്കും ഈ കൺസോർഷ്യം പ്രവർത്തിക്കുക എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് വി.ഡി. സതീശൻ. സംശയം വേണ്ട, ഒളിച്ച് കടത്തുകയാണ് ചെയ്തത്. ബജറ്റ് പ്രസംഗത്തിൽ കരിമണൽ ഖനനത്തിലും യൂട്ടേണേ ഇല്ല, കരിമണൽ ഖനനവും സ്വകാര്യ മേഖലയ്ക്ക് തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനം, അതിൽ നിന്ന് അണുകിട പുറകോട്ട് പോയിട്ടില്ല വി.ഡി. സതീശൻ. ഇതാ കരിമണൽ ഖനനത്തിലും വി.ഡി. സതീശൻ UDF സർക്കാർ യു ടേൺ അടിച്ചിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ നാളെ വെണ്ടയ്ക്കാൻ നിരത്തും. പക്ഷേ എവിടെയും ഒരു യു ടേൺ ഇല്ല. കരിമണൽ ഖനനവും പൂർണ്ണമായി സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു. അതിന് മറയായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം.